അതിൽ ഫേസ് ആംഗിൾ തന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ ആദ്യമായിട്ട് ഫേസ് ആംഗിൾ തന്നിരിക്കുകയാണ്. 40 π/4 ആണ്. π/4 എന്ന് പറഞ്ഞാൽ 180/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. നമുക്കറിയാം റെസൊണൻസ് കണ്ടീഷനിൽ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്. 56 ഓം. ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 5000/2π ആണ്. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒമേ മീൻ XL/R ആണ്. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു IXL/I ഇൻറ്റു R ആണ്. അപ്പോൾ I ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ബാക്കി എടുക്കുന്നത്. XL എന്ന് പറഞ്ഞാൽ 2πf0L/R ആണ്. F0 എന്ന് പറയാൻ കാരണം റെസൊണൻസ് ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. ആ വാല്യൂ നമുക്ക് 25 തന്നിട്ടുണ്ട്. ഇനി L കണ്ടാൽ മതി. L അല്ല, XL കണ്ടാൽ മതി. ഇൻഡക്റ്റീവ് അതിന് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ വാല്യൂ കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Lന്റെ വാല്യൂ ഇൻഡക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇൻഡക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 × 6, 25 × 56 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 5000/π. അപ്പോൾ 5000 മാതിരി വരും. 25 × 56 ഡിവൈഡഡ് ബൈ 5000. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 0.28 ഹെൻറിയാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് തന്നെയാണല്ലോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇപ്പോൾ എത്ര കിട്ടി? 25 × 56. 25 × 56 അങ്ങനെ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താലും മതി. 2πf0, അതായത് രണ്ട് റിയാക്റ്റൻസും ഈക്വൽ ആണ്. രണ്ട് റിയാക്റ്റൻസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ 2πf0 ആണ് ω0 എന്ന് പറഞ്ഞത്. അപ്പോൾ ω0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5000/2π വരും. 2π കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് 5000 എന്ന് വരും. കപ്പാസിറ്റൻസ് റേഡിയൻസ് പെർ സെക്കൻഡ് എന്നാണ് യൂണിറ്റ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന 2πf² വരും. എല്ലും താഴെ വരും. സോ ഈ L ഒരെണ്ണല്ലേ ഉള്ളൂ. L ഇതായിട്ട് വന്നു. C മാത്രം അപ്പുറത്തോട്ട് പോയതാ. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 5000² ഇൻറ്റു 0.28, 1/5000² ഇൻറ്റു 0.28 എന്ന് പറഞ്ഞാൽ 0.143 10⁻⁻6 വരും. കപ്പാസിറ്റൻസിന്റെ വാല്യൂയും ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ആണ്. ക്യൂ ഫാക്ടർ ഒക്കെ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന രീതിയാണിത്. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ tan 45 തന്നെയാണല്ലോ. BWM എന്ന് പറഞ്ഞാൽ BWM എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ആണ്. അത് 2 ഹാഫ് പവർ ഫ്രീക്വൻസിയിലാണ്. സോ F0/Q0 ആണ് വരിക. 5000/π ആണ് F0. Q0 എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ക്യൂ ഫാക്ടർ ആണ്. 31.85 ഹെഡ്സ് ആണ്. ലോവർ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് F0 മൈനസ് BW/2, 5000/2π ഡിവൈഡഡ് ബൈ 31.83 മൈനസ് 2, 779.8 ഹെഡ്സ്. അപ്പർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F0 പ്ലസ് BWM/2 ആണ്. 5000 ഡിവൈഡഡ് ബൈ 2π പ്ലസ് 31.83/2, അപ്പോൾ 811.7 ഹെഡ്സും വരും. ക്യൂ ഫാക്ടറും റെസൊണൻറ്റ് ഫ്രീക്വൻസിയും തന്നാൽ എല്ലും സിയും കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻസുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയും അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസിയും ഉപയോഗിക്കുന്നു.